ഇപ്പോൾ കേന്ദ്രമന്ത്രിയൊക്കെ വന്ന് ആഘോഷമായി അവിടെ നടത്തുകയാണോ അഷ്ടമി രോഹിണി ആഘോഷങ്ങൾ? തീർച്ചയായും സുജയ, കേന്ദ്രമന്ത്രിയായ ശേഷം അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലത്തിൽ അദ്ദേഹം ശോഭായാത്രയ്ക്ക് നേതൃത്വം നൽകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ അദ്ദേഹമായിരുന്നു. ഇന്ന് സ്വന്തം മണ്ഡലമായി കേന്ദ്രമന്ത്രിയായി, അതോടൊപ്പം കൂടുതൽ കരുത്തനായി വളരെ ആവേശത്തോടു കൂടി ബാലഗോകുലത്തിൻ്റെ ശോഭായാത്ര നയിക്കാൻ അദ്ദേഹം എത്തുന്നു എന്നതാണ് മറ്റൊരു കാര്യം. ഇതിന് രാഷ്ട്രീയമായും അതുപോലെ തന്നെ സാംസ്കാരികമായും എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാൻ കഴിയാവുന്ന ഒരു അവസ്ഥ ഉണ്ട്. നിരവധി കൊച്ചുകുട്ടികൾ, ഇപ്പോൾ ആ ദൃശ്യങ്ങൾ പുറയിലേക്ക് പോകാൻ നമ്മളിപ്പോൾ ഫ്രെയിം നമ്മൾ മുന്നിലാണ് പിടിച്ചിരിക്കുന്നത്. പക്ഷേ പുറകിലെ വലിയ നിര തന്നെയാണ് ചെറിയ കുട്ടിക്കൃഷ്ണന്മാരുടെയും അതുപോലെ തന്നെ നിരവധി നിശ്ചല ദൃശ്യങ്ങളുണ്ട്. അത്തരത്തിൽ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് എല്ലാ വർഷവും നടത്തുന്നതാണ്. തൃശ്ശൂർ സ്വരാജ് റൗണ്ട് വലം വെച്ച ശേഷമാണ് ഇത് അവസാനിക്കുക. പാറമേക്കാവ് ക്ഷേത്രത്തിന് മുന്നിൽ നിന്നാണ് ശോഭായാത്ര ആരംഭിച്ചിരിക്കുന്നത്. അവിടെ ഇന്ന് ശ്രീകൃഷ്ണ രൂപത്തിൽ മാല ചാർത്തിയ സുരേഷ് ഗോപിയാണ് ഈ ശോഭായാത്രയ്ക്ക് ഉദ്ഘാടനം കുറിച്ചത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാനാകും. സുരേഷ് ഗോപി മുന്നിൽ നിന്ന് ശോഭായാത്ര നയിക്കുന്നു. അതോടൊപ്പം തന്നെ നിരവധി ഭക്തർ, അതുപോലെ കാഴ്ചക്കാരൊക്കെ ഉണ്ട്. സ്വരാജ് റൗണ്ട് ഇപ്പോൾ വളരെ സജീവമായി തന്നെ ശോഭായാത്ര മുന്നോട്ട് പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാനാകുന്നത്. സുജയ, വസ്ത്രത്തിൽ തന്നെ ഒരു കൃഷ്ണനെയൊക്കെ വെച്ചാണ് സുരേഷ് ഗോപി വന്നിരിക്കുന്നത്. അതെ, തീർച്ചയായും കൃഷ്ണനെ വസ്ത്രത്തിൽ കുറേ കാലമായിട്ട് അദ്ദേഹം കൊണ്ടു കിടക്കുന്നുണ്ട്. മനസ്സിലൊരു കൃഷ്ണഭക്തൻ തന്നെയാണ് അദ്ദേഹം. ഗുരുവായൂർ ഇപ്പോൾ ആളുടെ അധികാരപരിധിയിൽ വന്നല്ലോ. അപ്പോൾ ആ അർത്ഥത്തിലും ആളൊരു കൃഷ്ണ ഭക്തനാണ്. അതോടൊപ്പം തന്നെ ഷർട്ടിലും മനസ്സിലും ശരീരത്തിലും ഒക്കെയും കൃഷ്ണനെ ദർശിക്കുന്ന ഒരു അവസ്ഥയുണ്ടെന്ന് തോന്നുന്നു. ഏതായാലും ആള് പൂർണ്ണമായും ജന്മാഷ്ടമി ദിനത്തിൽ ഭക്തിയിൽ കുളിച്ച് തന്നെയാണ് അദ്ദേഹം. ശരി ജയ്സൺ.